സ്വാമിയെ വിശ്വസിക്കുന്ന ആളാണ്. വക്കം കടയ്ക്കാവര് ഉള്ള കുറച്ച് ആളുകളും. അവര് ഒരാൾ പറഞ്ഞ് മീനായതും ഭവതി മാനായതും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നഖം എന്ന് പറഞ്ഞ ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് അദ്ദേഹം കരയാണ്. അങ്ങനെ എപ്പോഴാകും എന്താകും എന്നൊക്കെ അങ്ങനെയുണ്ട് ഭക്തന്മാര്. അപ്പൊ ഈ നിലയിൽ ഒക്കെ കണ്ടിട്ടും ഇത് ഒരു ഒറ്റ എണ്ണത്തിന് നാരായണ ഗുരുസ്വാമിയെ പറ്റിയുള്ള ഒരു മാന്യത എടുത്ത് പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾ മറന്നു പോവാതിരിക്കട്ടെ. ഇതുപോലെ ചട്ടമ്പി സ്വാമിയെ പട്ടിസദ്യ കൊണ്ട് പൂരിപ്പിച്ച് എടുക്കുന്ന ആ വേദാന്ത ശകലത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇത് രണ്ടും അങ്ങനെയായി. പിന്നെ ഈ ശ്രീശങ്കര മഠം വരെ വളർത്തി 5ആയിട്ട് തിരിച്ചു വെച്ചിരിക്കുന്ന കാഞ്ചീപുരം മഠം അഞ്ചാമത്തെ മഠം എന്നാ പറയും. അത് എന്തായാലും ഈ ശങ്കരാചാര്യർ വരെ നവരാത്രി വ്രതം നോക്കുന്നയാളാണ്. അപ്പൊ ഇവരെങ്ങനെയാണ് ഈ ശങ്കരാചാര്യരായിട്ട് കണക്കാക്കിയെന്ന് ആ ശിഷ്യന്മാർക്ക് അറിഞ്ഞൂടാന്നുള്ള ഒരു പൂർണ്ണ ഭാവമാണ് കാണിക്കുന്നത്. എന്താണ് ശ്രീശങ്കരൻ എന്ന് വന്നപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ നീ എന്നെ സംശയിക്കുന്നതാന്ന് ചോദിച്ചിട്ട് പിടിച്ചിരുത്തിയതാണ് മൂകാംബിക എന്ന് ഗുണം കെട്ട കർമ്മം പറഞ്ഞു ഒപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ശങ്കരാചാര്യന്റെ കൂടെ ദേവി ഉണ്ടോ എന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത്. അതുവരെ കണ്ടില്ല. ഈ ആദി മൂഢത്തരം പറഞ്ഞ് മിണ്ടില്ല. ഇത്രയും മൂഢത്തരം പറഞ്ഞ് പഠിപ്പിക്കുന്ന മൂകാംബിക എന്നിട്ട് ഈ പാട്ട് പാടുന്നവർ അത്ര അവിടെ പോയി പാടും. ഇതെന്തിനാണ് അതും അവർക്കറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തി കാണിച്ച കർമ്മങ്ങൾ. ആ ദേവി എന്താണെന്ന് പറയാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നിട്ട് ശ്യാമളാദണ്ഡവും ഇങ്ങനെ പറയുന്ന പലതും സ്വാമിയും എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ശങ്കരാചാര്യര് അന്നപൂർണേശ്വരി സ്തോത്രം എഴുതിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? നിങ്ങളൊന്ന് പറ. എവിടെ നിന്ന് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാലേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ പറയാം. എനിക്കറിയാമെങ്കിൽ നിങ്ങൾ പറ, അല്ലെങ്കിൽ ഞാൻ പറയാം. അതായത് ഈ നിലയിൽ ശാക്തേയം ശൈവം വൈഷ്ണവം എന്ന് പറഞ്ഞിട്ട് ഇതിന് സ്തുതിയും പാടലും ശക്തിയും കൊടുത്ത് അതിന്റെ കർമ്മശകലത്തിൽ പ്രവർത്തിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ഇത് ശ്രീരാമൻ വരെ നോക്കുമ്പോൾ ശ്രീരാമൻ സരത് നദിയിൽ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് ഒരുതരം ആത്മഹത്യയല്ലേ? അതുപോലെ ശ്രീശങ്കര മാർഗം എന്ന് പറഞ്ഞിട്ട് കൈലാസത്ത് ഇന്നും ഒരു കൊക്കയിൽ പോയി ചാടുന്നു. ഇതൊക്കെ ആത്മവിദ്യയായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നാൽ നമ്മളെവിടെ നിൽക്കും? വേണ്ട. ഇത് വിവേകാനന്ദനെ പറ്റി പറയുമ്പോൾ ചില പണ്ഡിതന്മാർ ഇങ്ങനെയും പറഞ്ഞു കേൾക്കുന്നു. എന്താണ്? വിവേകാനന്ദൻ പൂ കണ്ടവനാണെങ്കിൽ പൂ ആസ്വദിച്ചവനാണ് രാമതീർത്ഥര്, ഇല്ലേ? 7 വാള്യങ്ങൾ എഴുതിയിരിക്കുക. പക്ഷെ ഈ രാമതീർത്ഥരും അവസാനം വന്ന് ചാടിയിരിക്കുന്നു. എവിടെയാണ്? ഈ നദിയിൽ. ഇതെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ശരീരം വേണ്ടാതെ പോയെന്ന്. അതുപോലെ തന്നെ ആരെപ്പറ്റി ചോദിച്ചാലും ഇവർക്ക് ശരീരം വേണ്ടാതെ പോയെന്നുള്ള ഒരു കർമ്മ സിദ്ധാന്തമാണ് പറഞ്ഞു കേൾക്കുന്നത്. അതാണോ ശരി? അതിലേതെങ്കിലും അപാകതയുണ്ടോ? ഞാൻ ഇങ്ങനെ ചോദിക്കുന്ന എന്താണ്? ഞാൻ പഠിച്ചവനല്ല, നിങ്ങൾ പഠിച്ചവരാണ്. പറയാനുണ്ടെങ്കിൽ പറയണം. ഈ പഠിക്കാത്തവൻ എന്ത് തോന്നിയാസം പറയാം. അങ്ങനെ പറയാനല്ല പറഞ്ഞത്. ഈ ഇത്രയും വലിയ മഹാന്മാര്, അതുപോലെ യേശു, അതുപോലെ നബിയുടെ പ്രാർത്ഥനയും അവസാന ഘട്ടത്തെ പ്രാർത്ഥനയും ഇതെല്ലാം നിങ്ങൾക്ക് വെളിച്ചമായിട്ട് നിങ്ങളുടെ മുൻപിൽ തന്നെ കാണുകയാണ്. എന്താണ്? ഇങ്ങനെയല്ലേ പ്രാർത്ഥിക്കും? ഇത് നബിയുടെ അവസാന കാലത്ത് 3 മാസം ശവപ്പറമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചതാണ്. എന്താണ്? ഹിന്ദുക്കളാണ് ഉലകം ഭരിക്കുന്നതെന്ന് ഖേദിച്ച്, നീയല്ലാതെ മറ്റൊന്നില്ലെന്ന് വന്ന് എന്നോടാണ് നീ കാണിക്കുന്നത്. എന്ത് മനസ്സിലാവും? നമുക്കെന്ത് മനസ്സിലാവും? ഇന്ന് ഇസ്ലാങ്ങളോട് എന്ന് നിങ്ങൾ ചോദിക്കുക, ഇതെന്താണ് ഇതിന്റെ അർത്ഥം? പറയില്ല. കല്ല് പുളർന്നു മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറും എന്ന് പറഞ്ഞ യേശുവിനെ കുരിശിൽ തറച്ചു. ആ 3 മണി സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഈ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി. എന്താണ് ഈ 3 മണി? ഈ പൈശാചികം കലർന്ന് മാറ്റം വരുന്ന സമയമാണ് 3 മണി. അതുവരെ നീ ഒന്ന് പ്രാർത്ഥിക്കൂ. അപ്പൊ എനിക്ക് ഇതിന്ന് ഈ ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. പക്ഷേ ഇവരുറങ്ങിപ്പോയി. അവരെ ഉറക്കി ഈ മൂകത. ഇനി നിങ്ങൾ ഉറങ്ങിക്കോ, പിതാവേ നീ എന്നെ കൈവിട്ടോന്ന് അതേ നാക്ക് കൊണ്ട് ചോദിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന് എന്ത് മറുപടി പറയാനുണ്ട്?
ഇതുപോലെ ഇന്നോളം വന്നിരിക്കുന്ന ശാക്തേയം, ശൈവം, വൈഷ്ണവം എന്ന് വന്നിരിക്കുന്ന ആ കർമ്മ സ്വഭാവത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഋഷി ആയിട്ടും ഒക്കെ ഓരോരുത്തരെ ആഘോഷിക്കുന്നതിലൊന്നാണ് ഗൗതമൻ. അത് ദേവേന്ദ്രൻ ചെന്ന് കൂവിയ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അവിടെ ഇവനെ അനവധി ലിംഗമായി പോയിട്ടെന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചു. അത് അങ്ങനെ തന്നെ ഒരു പെണ്ണിന്റെ അടുത്ത് ചെന്നപ്പോൾ മാറുകയും ചെയ്തു. ഇതിന് നിങ്ങൾ എന്താണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്? മനസ്സിലായില്ല. ശുചീന്ദ്രത്ത് പോയിട്ടുണ്ട്. ഇന്ദ്രന് ശുചി വന്ന ഇടമെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു പെണ്ണും ആണും ജീവിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. ഈ പെണ്ണ് കാണിച്ച അറിവാണ് ഈ ത്രിമൂർത്തികൾ വരെ കൊച്ചായി പോയെന്ന്. അവർ കഥ പറഞ്ഞൊപ്പിച്ചിരിക്കുകയാണ്. അത് കൊച്ചായതും വലുതായതും ഒന്നുമില്ല. കഥ പറഞ്ഞൊപ്പിച്ച മുടഞ്ഞ കവിയുടെ താഴെ നിന്ന് ഈ കൊട്ടാരം കവികൾ പറയുന്ന മൂത്രമാക്കി മാറ്റിയ ഒരു കർമ്മത്തിന്റെ ശകലങ്ങളാണ് ഈ കാണുന്നത്. അത്രയും നിങ്ങൾക്കിത് മുന്നിൽ വരാൻ കഴിയില്ല. ഇതിന് ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നെ കാണിച്ചു തന്നിരിക്കുന്ന ഒരു വശമുണ്ട്. എനിക്ക് അത് വൈദ്യരത് ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാനൊരു കുടില് കെട്ടിയിട്ട് വൈദ്യരെയും വിളിച്ച് യതി അന്ന് പഠിച്ചോണ്ടിരിക്കുക. യതിയും സാറും ഗോവിന്ദൻ സാറും പിന്നെ വൈദ്യരും കൂടി നിന്നപ്പോൾ യതി പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കുന്നു. വൈദ്യര് അത് അറിഞ്ഞിരിക്കാൻ ഞാൻ പറയുക. കരുണാൻ ഇനിയും ഇതൊക്കെ കെട്ടണം. ഈ കെട്ടിയതൊന്നും പോരാ എന്ന് വെച്ചാൽ ഈ പലയിടത്തും നാരായണ ഗുരുസ്വാമിയുടെയും നടരാജഗുരുവിൻ്റെയൊക്കെ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അതുപോലെ പലതും ഉണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും നിന്ന് കാലം കഴിയുന്നതിന് നീ എന്തിനിങ്ങനെ ചീത്തയെന്നാണ് ഈ ചോദ്യം. മനസ്സിലായില്ല. എങ്ങനെയുണ്ട്? ഞാൻ എപ്പോഴേ ഇത് മനസ്സിലാക്കി. ഇത് നല്ല കാര്യമാണ് ചോദിക്കുന്നത്. എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ വേണ്ടിയല്ലേ അദ്ദേഹം അത് പറയുന്നത്. ശരി, ഇത് കഴിഞ്ഞ് ഇത് കുറച്ചുകൂടി ഒന്ന് നീക്കി മാറ്റം ചെയ്തിട്ട് അന്നത്തെ ദിവസം നമ്മുടെ അനനീർത്തരുണ്ടായിരുന്നു. അനനീർത്തരെ കൊണ്ടാണ് ആ പടം വെപ്പിച്ചത്, ഓർമ്മയുണ്ടല്ലോ. ആ രംഗത്ത് ഇത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെയൊക്കെ നന്നാക്കി വിളിച്ച് അപ്പോഴും വന്നത് യതി. പിന്നെ ഇത് എന്തിനാണ് ഞാൻ ഈ വിളിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്തോ വൈദ്യർക്ക് എന്തോ മനസ്സിലായി. വളരെ വലിയ കാര്യമായിരുന്നു എന്നോട്. ഭയങ്കര അന്ന് ആ കർണാശ്രമത്തിൽ താമസിച്ചിരുന്നപ്പോഴേ ശിവേരിയിൽ മിക്കവാറും വരുമ്പോ എന്നോട് ഇന്ന പുസ്തകം വേണമെന്ന് പറയും. അപ്പൊ അപ്പോഴത് എടുക്കാൻ നിവർത്തി കാണില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ കൈവശം കൂട്ടി വെച്ചിരിക്കുക. പിന്നെ ഇതെടുത്ത് ഞാൻ ആ കഥകിന്റെ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു ചെറിയ തട്ട് തട്ടി കൊടുത്തിട്ടിങ്ങനെ. അത് കഴിഞ്ഞ് നിജാനന്ദനും ഇദ്ദേഹം കൂടി ആ ഭ്രാവിന്റെ മൂട്ടി വന്ന് ഇരുന്നിട്ട് സംസാരിച്ച് വേണ്ടുന്നിടത്ത് മാത്രമേ കരുണാകരൻ ചരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതങ്ങനെയാണല്ലോ വേണ്ടതെന്ന് നിജാനന്ദനും പറഞ്ഞു. പക്ഷെ ഇത് കഴിഞ്ഞ് വീണ്ടും ഇനി ഇതെന്താണെന്ന് അറിയണമെന്ന് കരുതി ഇവിടെ വന്ന് വിളിച്ചിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും എന്താണെന്ന് അറിയുമെന്നറിയാൻ വേണ്ടിയാ. അപ്പൊ അന്ന് ഈ ആരാധനയൊക്കെ ഇങ്ങനെ ഞാൻ വിളിച്ച് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കിരിക്കാം, ഒരു 10 കൊണ്ടൽ ഓലയുടെ കെട്ടാണുള്ളത്. അതിനിങ്ങനെ ഇരുന്നപ്പോഴ് ഒരു ദിവസം ഇദ്ദേഹം വന്നു, യതിയുടെ കൂടെ അപ്പം ഞാൻ അന്ന് ശിവഗിരിയിൽ എൻ്റെ ഈ നിത്യകർമ്മം ചെയ്തിട്ട് പോകും. അപ്പൊ ഈ ബോധാനന്ദ സ്വാമിയുടെ മഠം ഉണ്ടല്ലോ, ആ സമാധി സ്ഥലം, അവിടെ ചെന്നപ്പോ എനിക്ക് ചിലത് സ്വാമിയോട് ചോദിക്കാനുണ്ട്, പക്ഷെ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അതെന്താണെന്ന് എടുത്ത് ചോദിക്കില്ല. കരുണാകരന് കുറച്ച് ചോദിക്കാനുണ്ട് എന്ന് വെച്ചാൽ രണ്ടർത്ഥമായി. ഇതാണ് ഈ വ്യംഗ്യാർത്ഥം. ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് ഞാൻ ഇന്നലെ അറിയും ഇന്നും അറിയും. ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരോട് പറയുമെന്ന്. ആരോട്? അപ്പൊ ഇവിടെ വരാൻ പാടില്ല, മഹാമോശം പിടിച്ച സ്ഥലമാണെന്ന്. അർത്ഥം പോയത് കണ്ട. എന്നോട് അറിയുന്നവർ ചോദിച്ചാൽ ഞാൻ ഇന്നലെ അറിയും, ഇന്നറിയും, ഞാൻ നാളെ അറിയുമെന്ന്. എങ്ങനെയുണ്ട്? നല്ല പഞ്ചാര പോലെ ഉള്ളിലിരിക്കല്ലേ കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ പഠിച്ച ആളുകൾ എന്ന് പറയുന്ന ആളുകൾ. ഇവരെ അറിവിനൊത്ത് നമ്മൾ എന്ത് കൈകാര്യം ചെയ്യാൻ കഴിയും ഇവരോട്? ഇതിന് പാണ്ഡിത്യവും പാമരത്വം ഒന്നും അല്ല ആവശ്യം. ഇതിന് ത്യാഗത്തിന്റെ ഒരു പകർച്ചയാണ് ആവശ്യം. ആ ത്യാഗം എല്ലാവർക്കും വഹിക്കാനും കഴിയില്ല. ഇപ്പൊ ശ്രീശങ്കരനൊക്കെ ത്യാഗിയല്ലെന്ന് പറയാൻ ഒക്കുവോ? അല്ലെങ്കിൽ നാരായണ ഗുരുവിനെ പറയാൻ ഒക്കുവോ? അല്ലെങ്കിൽ ഇന്നോളം വന്നിരിക്കുന്ന ഏതെങ്കിലും മഹാനെ പറ്റി നമുക്ക് ത്യാഗിയല്ലെന്ന് പറയാൻ ഒക്കുവോ?
അതിന്റെ കൂട്ടത്തിലേക്ക് വന്നതാണല്ലോ ഇവര്. ഇവര് പിന്നെ കുറച്ച് പാശ്ചാത്യ വേഷം കൂടി എടുത്ത് പഠിച്ചെന്ന് വിചാരിച്ചാൽ വേറെന്തുണ്ട്? അപ്പൊ ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ വരെ തെറ്റുപറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണത്തിൽ എന്താണ് നാരായണ ഗുരുസ്വാമി അവസാന കാലത്ത് 3 ദിവസം വാവിട്ട് കരയുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. എന്തിനാണ്? ഒരു കുഞ്ഞില്ലാതെ ആയിപ്പോയല്ലോ. അപ്പോഴാണ് മാന്യന്മാര് അതിന് മറുപടി പറഞ്ഞു. കേട്ടിട്ടുണ്ടോ അത്? എടാ, നിങ്ങളൊക്കെ ഇവിടുത്തുകാരാണെന്ന് പറയുന്നത് വെറുതെ അല്ലേ? മാന്യന്മാരൊരു മറുപടി പറഞ്ഞ അത് ഇത് കുറച്ച് നേരത്തെ കൂട്ടി ഓർമ്മിക്കണമായിരുന്നു. എന്ത് സ്വാമി പറഞ്ഞ എന്താ, അവര് പറഞ്ഞ എന്ത്? അവർക്ക് കാര്യം മനസ്സിലായി. ഇനിയിപ്പൊ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത്രയാണ് നമ്മുടെ സ്വാമിയുടെ അടുത്ത് നിന്ന അറിവിന്റെ ബാക്കി. അപ്പൊ ഇങ്ങനെയുള്ള അനവധി അറിവുകൾ ഇങ്ങനെയാണ് നമ്മളോട് ഇവർ പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നത്. സ്വാമിയുടെ കൂടെ നിന്നതിൽ ഒരാളാണ് ആ ശങ്കരനാരായണന്റെ അച്ഛൻ. അങ്ങനെ ഇവരെല്ലാരും പറഞ്ഞ് അയാൾ നുണ പറഞ്ഞിട്ടില്ല. സ്വാമിയെ പറ്റി നുണ എന്താണെന്ന് അറിയാം. നമ്മുടെ ആളുകളൊക്കെ നുണ പറയും. എന്തിനാണ് ഈ സ്വാമിയെ വലുതാക്കി കാണിക്കുകയാണ് നമ്മുടെ അടുത്ത്. പക്ഷെ സ്വാമിയുടെ ചെവിട് തോണ്ടുകയാണ്. അതാണ് മുമ്പത്തെ പഴം. പിന്നെ ഇപ്പൊ ഈ മുറിയുടെ അകത്ത് പൂട്ടിയിരുന്നിട്ട് കണ്ടില്ല എന്ന് കരികുളത്തെ വാസുദേവൻ ചരിച്ചയുടെ വീട്ടിലെ കഥ പറയുകയാണ്. അപ്പൊ ഈ നിലയിലൊക്കെയാണ് ഇവരുടെ വലിയ ആളുകൾ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെ നാരായണ ഗുരുസ്വാമിയെ പറ്റി അറിയും? അല്ലെങ്കിൽ ഈ ശ്രീശങ്കരനെ പറ്റി നമ്മൾ എങ്ങനെ അറിയും? നവരാത്രി ഇന്നും ആഘോഷിക്കുന്ന മഠാധിപതിയാണ് അവിടെ ഉള്ളത്. ഒന്നുമില്ല. ഇവിടെ ഒരു തവണ ഈ തിരുവനന്തപുരത്തായിപ്പോയി അങ്ങനെ. അതിന് ഇവിടെ ഇരുന്ന് നവരാത്രി ആഘോഷിച്ചു. ഈ 2-4 കൊല്ലത്തിന് മുൻപാ. അപ്പൊ ഇതാണ് സന്യാസി അല്ലെങ്കിൽ ശ്രീശങ്കര പട്ടം കെട്ടിയിരിക്കുന്ന ബക്കിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് കാണുന്നത്? കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ഈ ശ്രീശങ്കരൻ ഈ പറഞ്ഞ പദവി നേടി എന്ന് പറയുകയും ചെയ്യുന്നു. ദ്വൈതമില്ലാതെ അദ്വൈതം പറയത്തക്ക കർമ്മത്തിലെത്തി നിന്നും കൊണ്ട് പറഞ്ഞെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഇല്ലേ? ഇതിന്റെ ശിഷ്യനാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ദ്വൈതം ഇല്ലല്ല, എന്തുമില്ല. എന്താണ്? നവരാത്രി പൂജ നടത്തി ദേവിയെ പ്രസാദിപ്പിക്കുന്ന ആള് ദ്വൈതമില്ലാത്ത ആളല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ പൂർവികന്മാരെ പഠിച്ചും വന്നിരിക്കുന്ന കഥ. ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാകും? അങ്ങനെ 3-ാമത്തെ ദിവസം ഇനി ആരെങ്കിലും വരും എന്ന് പറഞ്ഞിട്ടങ്ങ് മതിയാക്കി. അങ്ങനെയാണ് സ്വാമിയെ എടുത്തു കൊണ്ടുപോയി അവിടേക്ക് നടത്തി ഈ പല്ലക്കിലെടുത്തോണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ 3-ാമത്തെ ദിവസം സമാധി. അതിന് പിന്നെ വേറെയും കൂടി നമ്മുടെ ആളുകൾ ചെയ്തു. സ്വാമിയുടെ അടുത്ത് വളരെ ഭക്തിയാണ്. ചെന്ന് നിന്ന് തൊഴുത് പെടലിയൊക്കെ ചൊറിഞ്ഞെന്നാ പറയാം. ഇത് എൻ്റെ ഒരു വല്യച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള. ഇങ്ങനെയൊക്കെ ചൊറിഞ്ഞു. ആരാണെന്ന് പണാളി കൃഷ്ണൻ വല്യ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പറഞ്ഞ് എന്താ അല്ല ഒരു ഖേദം, എന്താ മുൻഗാമി പിൻഗാമി ആകുമെന്ന് എഴുതിയിട്ടുള്ള കരച്ചില. എന്ത് മനസ്സിലായി? മനസ്സിലായില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിനോട്. എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? അതായത് ബോധാനന്ദ സ്വാമി സമാധിയാകും, സ്വാമി വീണ്ടും ഇരിക്കുമെന്ന്. അപ്പോഴാണ് പറഞ്ഞത് ഇല്ല, അതങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് നേരെ അന്ന് തന്നെ ശിവേരിക്ക് പോയി. ഇവിടെയൊക്കെ നടന്നു. പിറ്റേ സ്വാമി സമാധിയായി. അതിന്റെ മുന്നിന്റെ ബോധാനന്ദനും പോയി. ഇതാണ് നമ്മുടെ ആളുകൾ. മാന്യനല്ലേ അയാള്? മിണ്ടില്ല. ഞങ്ങൾ അറിവുണ്ടെന്ന് കാണിക്കാൻ ചെയ്ത മൂടത്തരമല്ലേ ഇത്? അപ്പൊ ഇങ്ങനെയാണ് സ്വാമിയെ പറ്റി മനസ്സിലാക്കിയത്. ശിഷ്യൻ മുൻപ് പോയാലെന്ത്, ഗുരു മുൻപ് പോയാലെന്ത്? ഇവർ ഇത്ര വിദ്യകളല്ലേ? അപ്പൊ ഇത്ര അറിവുകേട് പകർന്നു തന്ന ഒരു പരിചയത്തിന്റെ വാക്കിയാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന വേറൊന്ന്. പിന്നെ വേറൊന്ന് ഈ പറഞ്ഞ അദ്വൈതവാദവും ദ്വൈതവും എന്തെന്ന് എടുത്തു കാണിക്കുന്ന കർമ്മ സിദ്ധാന്തമായിട്ടാണ് മധ്വാചാര്യരെന്ന് പറയും. അദ്ദേഹത്തെ ശ്രീശങ്കരനെയും കാണിക്കുന്നത്. ഈ ശ്രീശങ്കര പരമ്പരയും ഈ മധ്വാചാര്യരുടെ പരമ്പരയും ഇന്ന് കാണിക്കുന്ന എന്താണ്? തന്ത്ര വഴി. ഇങ്ങനെ ഇരിക്കുന്ന ഈ പരമ്പരയ്ക്ക് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും? എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെ ഞാനൊന്ന് എടുത്ത് നിങ്ങളോട് പറയുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ദൈവം സംഭാവന ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു കർമ്മം നിങ്ങളോട് ചെയ്തെടുപ്പിക്കാനും എടുക്കാനും പറയുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവികന്മാര് ഈ പറഞ്ഞ സിദ്ധന്മാരും എന്താണ്, അദ്ദേഹം ഒരു സിദ്ധനാണോ എന്ന് ചോദിച്ചാൽ ജ്ഞാനിയാണോ എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അഷ്ടസിദ്ധി അടങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ ജ്ഞാനിയാകുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ 8 സിദ്ധി പ്രാപിച്ച കർമ്മം പറഞ്ഞ് രസിക്കുന്ന
ഈ വേദാന്ത ശകലങ്ങൾക്ക് നമുക്ക് ഈ പാവപ്പെട്ടവന് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാൻ കഴിയുമോ? വേണ്ട, ഒരു വലിയ വീട്ടുകാരനെന്ന് വിചാരിക്ക്, അവൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ കഴിയുമോ? ഇതല്ല ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ അനുഭവത്തിൽപ്പെട്ട കാര്യം. ഇത് നിങ്ങളെ അനുഭവപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുക. നിങ്ങളുടെ പൂർവികന്മാരും നിങ്ങളും അല്ലെങ്കിൽ എൻ്റെ പൂർവികന്മാരുമായിട്ട് പൂജിച്ചിരുന്ന ഏതെങ്കിലും ഒരു ശക്തി വിശേഷം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇതിനെ എവിടെ കളഞ്ഞു നിങ്ങൾ? പറ. അതല്ല, ഇത് ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ പോകുമോ? പിന്നെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കും? ഈ ധാരാളം പൂജ ചെയ്ത് സൂക്ഷിച്ചെടുത്താൽ മതിയോ ഇത്? അങ്ങനെ പൂജ ചെയ്തതിൽ ഏറ്റവും വലിയ ആളുകളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാകണോ? അതിനാണ് ഇത് രണ്ടും എടുത്ത് പറഞ്ഞത്. ഇപ്പൊ വിവേകാനന്ദൻ പൂ കണ്ട ആളാണെങ്കിൽ ഈ ആശ്വസിച്ച ആളും പോയി, രാമതീർത്ഥർ. ഇങ്ങനെ പറയുന്ന ഈ പണ്ഡിതന്മാർക്ക് ഈ സത്യത്തിനെ എങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാനുണ്ട്? നിങ്ങൾക്കത് മനസ്സിലായില്ലേ വന്നിട്ട് കാര്യമില്ല. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിൽ ഒന്ന് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്കത് എടുക്കാൻ കഴിയണോ വേണ്ടേ? വേണമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വേണം. അത് എങ്ങനെ എടുക്കും നിങ്ങൾ? ഞാനൊരു പൂവിൻ്റെ അടുത്ത് മാറ്റി അങ്ങോട്ട് തന്നാൽ മതിയാ? പിന്നെ എന്ത് വേണം? ഉണ്ട ഇലയുടെ വാക്കി തന്നാൽ മതിയാ? ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾ എന്താണ് ഇന്ന് വരെ ചെയ്തത്? നിങ്ങളും ഞങ്ങളും എന്ന് പറയുന്ന ആ ഭാഗത്ത് നിങ്ങളാരാണ്? ജന്തുക്കള് അല്ല, ഹിന്ദുക്കള്. ഞങ്ങളാരാണ്? പ്രവാചക മാർഗം തേടിയ ആളുകൾ. അപ്പൊ ഞങ്ങളും നിങ്ങളുമായിട്ട് വാതു പിടിക്കുകയാണ്. എന്താണ് വേണ്ടത്? എൻ്റെ ദൈവമാണ് വലുതെന്ന് ഞാൻ, നിങ്ങളുടെ ദൈവമാണ് വലുതെന്ന് നിങ്ങൾ. എങ്ങനെ നിങ്ങൾ തിരിച്ചെടുക്കും? മിണ്ടുമില്ല. ഇല്ലേ? അങ്ങനെ വേണം, ഞങ്ങളുടെ ദൈവം വേണം. ഏട്ടാ, ഇത് രണ്ടും കൂടി പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അതല്ല. അപ്പൊ ഈ ഏകദൈവ മാർഗം ശരിയാണ്. അന്നേ അത് സത്യത്തില് അധിഷ്ഠിതമായിരിക്കേണ്ട കർമ്മം എന്താണെന്ന് പറഞ്ഞു തന്നില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലാതെ നിങ്ങൾ വീട്ടുകാരായി സന്യാസം വഹിച്ച് വേറെ എന്തെങ്കിലും വഹിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വരാനില്ല. തീർത്തും ഞാൻ പറയുക. ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി എൻ്റെ കയ്യിലുണ്ട്. ഇല്ലാത്ത കാര്യം ഞാൻ പറയില്ല. എന്തിനു നിങ്ങളെ ഇത്രയും പേരെ ഇരുത്തി എനിക്ക് കണ്ട തലചുറ്റു വന്ന് 3 പ്രാവശ്യം കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്ത് എന്നിട്ടാണ് നിങ്ങളോട് ഈ വിധത്തിൽ സംസാരിക്കുന്നത്. ഇത്രയും ഇരട്ടിച്ച് സംസാരിക്കേണ്ട കാര്യം വല്ലതുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെയൊക്കെ കണ്ടു നിൽക്കുന്നെന്നാണ് ഞാൻ ഈ ചോദിച്ചത്. നിങ്ങൾ ഈ അങ്ങനെ ചത്താൽ ഇങ്ങനെ മൂടുമെന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്, ഇല്ലേ? മാറിയിട്ടുണ്ടോ? മിണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ പൂർവികന്മാരും നിങ്ങളും ആയിട്ട് ആരാധിച്ചു വന്ന ആ കർമ്മത്തിൽ ഈടുപെട്ട് നിൽക്കുന്ന ദേവനും ദേവിയും ഋഷിയും സന്യാസിയും ജ്ഞാനിയും ഭക്തനും കർമ്മിയായിട്ട് നിൽക്കുന്ന കുടുംബജീവി എന്ത് നിങ്ങൾ ധരിച്ചു ഇതുവരെ? സന്യാസമൊന്നും പറയാനല്ല ഞാൻ, ഇത് നിങ്ങൾ എന്ത് ധരിച്ചെന്ന് പറയാനും. എന്താ എടുത്തോണ്ട് പോ. അങ്ങനെയല്ല. നമ്മൾ സൽപ്രവൃത്തി നമ്മൾ ആരും വേണ്ടെന്ന് പറഞ്ഞവരല്ല. അങ്ങനെ ആരും ധരിക്കരുത്. ഇന്ന് എന്തെന്നായി വാര്യന്ന് പറയുന്നല്ല, അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് വാര്യതാരാ നമ്മുടെ നാട്ടില്? ആരാണ്? വൈദ്യർക്കറിയാം. വൈദ്യർ ചിന്തിച്ചാൽ മനസ്സിലാവും. അതിൽ മുൻപന്തിയിൽ നിന്ന് വാര്യ ഒരുത്തനാണ് ബാബു. മിണ്ടില്ല. തീ വാദിയായി, തീയാണ് വറുത്തത്. ഈ വറുത്ത് അതാണ് ഈ അതിൻ്റെ എച്ചില് വാരി, അത് തന്നെ സാധനം. ഈ എച്ചില് വാരിയ കൂട്ടത്തിൽ ഈ കാരേറ്റിലുള്ള ഈ തീ വറുത്ത് വാരുന്നതിന്റെ പേരിൽ ഇവന്റെയും പേരുണ്ടായിരുന്നു. അതെ, അങ്ങനെ ഇവൻ തമിഴ്നാട്ടിൽ പോയിട്ട് ജീവിതം മുട്ടിപ്പോയെന്നുള്ള കരുതലിൽ നിന്ന് കോരാണിയിലെ ഭാസ്കരൻ ഡോക്ടർ വിളിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അന്ന് ഞാൻ വർക്കലേ. ഇതൊന്നും ഈ വൈദ്യർക്കും അറിയില്ല, ഈ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. വന്നപ്പോ ഈ പൊക്കിളിന്റെ ഭാഗം ഇങ്ങനെ ഈ ചെമ്പരത്തിപ്പൂ തെളിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുക. എന്താണ് അവിടെ പോയി ഈ വെള്ളം, ഇവനൊരു വിധം നേരെ ആഹാരമൊക്കെ കഴിച്ചു കിടന്നതല്ലേ, അവിടെ ചെന്ന് വെള്ളവും ആഹാരവും ഒക്കെ മാറിയപ്പോഴേ അങ്ങ് ആള് മാറിപ്പോയതാ. അവിടെ വന്നപ്പോ ഭംഗിയായിട്ട് കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അത് നീ ഒന്നുകൂടി പോയിട്ട് വാ, അവിടെ ഒരു ചെറിയ ജോലിയുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇവൻ വന്ന്. പിന്നെ ഞാൻ ഇവനെ പറഞ്ഞ് ഇവിടെ അയച്ചു. ഇവിടെ 22 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവൻ കണ്ടതാണ്, ഈ പറഞ്ഞ ബാബു. പിന്നെ അവന് രക്ഷപ്പെട്ട് ഞാൻ തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിനുള്ള സൗകര്യങ്ങൾ ഒപ്പിച്ച് ചെയ്ത് അതൊക്കെ നേരെയായി
കല്ലാറ്റിലെ ആശ്രമത്തിൽ വിട്ടു. പിന്നെ ഞാൻ പറഞ്ഞ്, നീ അതായിട്ട് നടക്കല്ലേ, ഇത് പോരാ, നീ അതും കൊണ്ട് പോയി ചീത്തയായി പോവും, നിന്നെ ഞാൻ കച്ചവടത്തിന് വിട്ടതല്ല, അതുകൊണ്ട് നീ. പക്ഷെ അതൊക്കെ പറയുമ്പോ അനങ്ങാതിരുന്ന് കേട്ടോളൂ. പക്ഷെ കടശി ആ കച്ചവടത്തിന് ഞാൻ വേറൊരുത്തിനെയും കൂടി ഇടപെടുത്തി കൊടുത്ത് അവരുമായിട്ട് പിണങ്ങി ആകെ നാശമായി. പിന്നെ തിരിച്ച് അതൊക്കെ വിറ്റിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നും എനിക്ക് ഇനി കച്ചവടമേ വേണ്ട. ശരി, വേണ്ട, ഇപ്പൊ ഇവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടോളൂ. വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, എന്നേ നീ ഒരു കാര്യം ചെയ്തൊക്കെ ചെയ്. എന്നിട്ടും അതൊന്നും ചെയ്യാൻ വയ്യ, എനിക്കൊന്നും വയ്യ, വേണ്ട. ഇവിടെ ചെയ്യുന്ന കൊണ്ട് പിന്നെ ഒരു കാറൊക്കെ എടുത്ത് അത് വിറ്റ് 1-2 ലക്ഷത്തിന് സമ്പാദിച്ച് ഇവിടെ വന്ന് ഒരു കാർ എടുത്ത് പിന്നെ വേറെ കുറച്ച് കടങ്ങളൊക്കെ തീർത്ത് പിന്നെ അവന്റെ ഈ ഇവിടെ നിന്ന കാലത്തുള്ള കടം തീർത്തു. ഇങ്ങനെ സകലതും തീർത്ത് സ്വസ്ഥമായി. ഇവിടെ വന്നപ്പോ ഈ സാധനമൊക്കെ കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞ്, നീ എവിടെയെങ്കിലും ഒരു ഷെഡ് കെട്ടി വാരി ഇടുക, അവിടെ കിടക്കട്ടെ. പിന്നെ അങ്ങനെ ഷെഡൊക്കെ കെട്ടി കൊടുത്ത് വാരിയിട്ട്. അപ്പൊ എന്നോട് ചോദിച്ച്, എനിക്കൊരു കുടിൽ എവിടെയെങ്കിലും കിട്ടണം, അതെന്തിനാ? അത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം. അത് ഞാൻ പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ എവിടെ വേണമെങ്കിലും കെട്ടിക്കോ, എന്ത്, പക്ഷെ മാറി ഇവിടെ നിന്ന് നിൽക്കുകയാണെന്നുള്ള പറയരുത്, അല്ലെങ്കിൽ 2 മൈലിന് അപ്പുറത്ത് വേണം കെട്ടാൻ. പക്ഷെ അത് പറഞ്ഞ് അങ്ങനെ ഇവിടെ നിന്ന് പോയിട്ട് ഇതിന്റെ വാതിക്കെ തന്നെ ഞാൻ കെട്ടരുത് എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. ഇത്രയും കാലം എൻ്റെ കൂടെ നിന്ന് അവൻ എന്നോട് വെറുപ്പുണ്ടോന്ന് നിങ്ങൾ തന്നെ ചെന്ന് ചോദിച്ചോളൂ. ആരെങ്കിലും ഇപ്പൊ ചോദിച്ചോളൂ, ഒരൊറ്റ വാക്കവും മറുത്തു പറയില്ല. അതും അറിയാം. പക്ഷെ ഇവനെ കൊണ്ട് ഇത് എടുക്കാൻ കഴിഞ്ഞില്ലേ, എന്താണ് കാരണം? പറ. എടുക്കണ്ട, അന്ത്യം വരെ ആ കർമ്മം ചെയ്ത് നീ പൂർത്തിയാക്ക്. എന്തുകൊണ്ട് സാധിച്ചില്ല? എന്റെ കൂടെ ഇതുപോലെ 600-ലേറെ ആളുകൾ എന്റെ കൂടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. എന്റെ കുറ്റം കൊണ്ടല്ല, അവർ സ്വയം പിരിഞ്ഞു പോകുന്നതാ. ഇതൊക്കെ കണ്ടിട്ടുള്ള ഈ ഇവിടുത്തെ ഈ ദേവനും ദേവിയും ഋഷിയും സന്യാസി എന്ന് പറയുന്ന ആ ഭാഗത്ത് പൂർത്തീകരിക്കുന്ന എങ്ങനെയെന്ന് കണ്ടിട്ടുള്ളവനാണിവൻ. ഒരു ദിവസം ഒരു വലിയ അവനന്ന് ആരാധനയ്ക്കൊക്കെ ഞാൻ അവിടെ ഒരു ചെറിയ ഭംഗിമാവുണ്ടായിരുന്നു. അതിന്റെ ഇപ്പുറത്തൊരു ചെറിയ സ്ഥലമുണ്ട്. അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോ അന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പേടിക്കത്തക്ക വിധത്തിലൊരു ശബ്ദം. അങ്ങനെ 3 പ്രാവശ്യം എന്റെ തലയിൽ വീഴേണ്ടതായിരുന്നെന്നാ പറയുന്നത്. പക്ഷെ മണ്ണ് തെറിച്ച് ഇവൻ ഈ പൂജിച്ചുണ്ട് നിന്നെടുത്ത് ഇവന് ഈ ഓർമ്മയുണ്ട്, ഇങ്ങനെ പറഞ്ഞു കിട്ടിയ ആ തട്ടും അവിടെ കളഞ്ഞിട്ട് അവൻ ഓടി വന്ന്, എന്ത് പറ്റിയതാണ് എന്ന് പറഞ്ഞു. ഇല്ല, ഒന്നും പറ്റില്ല, ഇങ്ങനെ ഒരു ശബ്ദം കേട്ട്. അങ്ങനെ ഒരു 100 സംഭവം അവൻ കണ്ടിട്ടുള്ളവനാ. പക്ഷെ ഇതെടുക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്ത് പറയും? നിങ്ങൾ എന്താണ് ധരിച്ചത്? പറ. നിങ്ങൾക്കിതൊന്നും മനസ്സിലാകണം. ഇല്ലെങ്കിൽ ഈ ഉദാഹരണമൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. എന്റെ കൂടെ നിന്നവൻ ഇങ്ങനെയാണ് സംഭവിച്ചത്. IAS പാറം പൂരിപ്പിക്കാൻ പോയ മറ്റൊരു പെണ്ണിന് ഇതാണ് സംഭവിച്ചത്. വേറൊരു ചെറുക്കന് ഇതാണ് സംഭവിച്ചത്. അതുപോലെ അനവധി 10-60 എണ്ണത്തിന് ഇതാണ് സംഭവിച്ചത്. ഇതാണെന്ന് പറഞ്ഞാൽ ഇതെടുക്കാൻ വയ്യാത്ത. പിന്നെ ചില ആപത്തിലും പറ്റിയിട്ടുണ്ട്. ഇതിനെന്ത് കാര്യമെന്ന് നിങ്ങൾ പറയാനാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് വന്നാലും നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ നിങ്ങളായിട്ട് മര്യാദയ്ക്ക് നിന്നില്ല, കാര്യം സാധിക്കില്ല. ഇത് ഞാൻ പറയണോ വേണ്ടേ? ഇതെന്റെ അനുഭവമാണ് ഈ പറയണത്, നിങ്ങളുടെ ഒന്നുമല്ല. അപ്പൊ എന്റെ അനുഭവത്തിൽ ഞാനത് ത്രിമൂർത്തി സമ്പ്രദായം വരെ എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ട് അറിഞ്ഞ് പറഞ്ഞ് എന്റെ കൂടെ തീർത്ഥാടനം കൂടി നടത്തിയവനാണിവൻ. അവൻ ഇതേ കഴിഞ്ഞുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോണ എൻ്റെ അടുത്ത്? പറ. അവിടെ ഒരൊറ്റ കുറവാണ് സംഭവിച്ചത്. അത് വൈദ്യർക്ക് ഇന്ന് അനുഭവമാണ്. വൈദ്യര് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഒരു സമ്പാദ്യമൊക്കെ ഉണ്ടായി മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ കൊടുത്ത് ഒരു സ്വസ്ഥതയിലൊരു ജീവിതം അവരിൽ നിന്ന് കിട്ടുകയില്ല. അത് തന്നെയാണ് വൈദ്യരുടെ ഈ ശേഷകാരായും സഹോദരിമാരായും ഒരു സഹോദരി എനിക്കറിയാം, അവർ മരിച്ചുപോയി. അവരുടെ ഒരു മകനാണ് ഇദ്ദേഹത്തിന്റെ മകളെ വന്ന് കല്യാണം ചെയ്തിരുന്നത്. അവനും ഇന്ന് എങ്ങനെയൊക്കെ നടക്കുന്നു, ഭക്തനായിട്ടാണ് നടക്കുന്നത്. ഇതുപോലെ ആ വീടെല്ലാം തന്നെ പറഞ്ഞ ഈ തീ വറുത്തു വാരുന്നതിന്റെ കുറെ ബാക്കികളാണ്. ഇങ്ങനെ ഇവരെ ഇങ്ങനെ പോയിരിക്കുന്നത് എൻ്റെ അടുത്ത് നിന്ന് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണോ? അപ്പൊ അനുഭവം അല്ല, കേട്ടറിഞ്ഞാൽ ഒക്കില്ല. തന്റെ സ്വന്തമായ അനുഭവത്തിൽ ജീവനോട് തട്ടിയ കർമ്മത്തിൽ ആ സ്നേഹം പകർന്നെടുക്കാൻ കഴിഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്തിന് എന്റെ കാര്യം തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം. ഒന്നെങ്കിൽ നിങ്ങൾ ഇത് നല്ലതല്ല എന്ന് വിചാരിച്ച് വരണ്ട, അതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തത്, നല്ലതാണെന്ന് വിചാരിച്ച് വന്നാൽ
നിങ്ങൾ തെറ്റരുത്. തെറ്റിയാൽ ഇത് നടക്കില്ല. ഇത് ഞാൻ പറയണോ വേണ്ടേ? ഇതെൻ്റെ അനുഭവമാണ്. അപ്പം ഇത് ഞാനിപ്പം നിങ്ങളോട് പറയുന്നത്, ഞാൻ മുൻപൊരു കാര്യം ചോദിച്ചു നിർത്തി. എന്താണ്? ഈ നമ്മളിത് മുൻപ് ആരാധിച്ചും ബഹുമാനിപ്പിച്ചും പോന്ന പിതൃവും ദേവനും ദേവിയും ഋഷിയും സന്യാസിയുമായിട്ട് നിൽക്കുന്ന ഈ നാരായണ ഗുരുവിനോട് ചോദിച്ച ചോദ്യം വരെ ചോദിക്കത്തക്ക അറിവുള്ളവന് ഈ പറഞ്ഞ കുരുക്കിൽ ജനിച്ചിരിക്കുകയാണ്. എന്താണ്? ഈ ദേവനും ദേവിയും അത് നക്ഷത്ര ഫലത്തിൽ നിന്നിട്ട് ആ നക്ഷത്രത്തിൽ ഇത് ജനിച്ചിരിക്കുകയാണ്. ഈ കുട്ടികള് ഇവർ നേരെയാവില്ല. ഇതാണ് സംഭവം. ഇത് നിങ്ങളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഉണ്ടോ? ഇല്ലേ? ഉണ്ടില്ല. ഇതിനെ പിന്നെ എങ്ങനെ മാറ്റും? മന്ത്രവാദം കൊണ്ട് പിടിച്ച് വരടുത്തും കൊണ്ട് വെച്ചാൽ മാറുമോ? അത് ആവാഹിച്ചൊരു ക്ഷേത്രത്തിൽ കൊടുത്താൽ പോയാ? അപ്പൊ ഈ നിലയിൽ നിങ്ങളെ എന്നെ ഉപദ്രവിക്കുന്ന ഒരു സാധനം നമ്മുടെ കൂടെ നിൽക്കുന്നുവെന്ന് മനസ്സിലായെന്നാണ് ചോദ്യം. ഇത് മാറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വിഷയമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ദൈവം പറഞ്ഞു തന്ന വകയാണ്, വേറെ ആരുടെയും വകയല്ല. ഇത് ഒരു സ്ഥലത്തുനിന്നും കിട്ടിയതല്ല. അപ്പൊ ഇത് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ ഇഷ്ടദേവതാ സമ്പ്രദായത്തിലോ മാർഗദർശനം ചെയ്യുന്ന ഗുരുമാർഗത്തിലോ പോയ അനവധി പരമ്പരയെ നിങ്ങളെ എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എന്തിന്? നിങ്ങൾ ഇനിയും തെറ്റായ മാർഗത്തിൽ പോയി വീഴല്ലേ. അതെനിക്ക് പറയേണ്ട കാര്യമുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾ വരികയും പോവുകയും വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ നേരായിട്ടല്ലെങ്കിൽ ഇവിടെ വരണ്ട. വന്നാൽ ഒരു ആപത്ത് പിടിച്ചു വയ്ക്കും നിങ്ങൾ. കാരണം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പിതൃവിനെയും ദേവനെയും ഋഷിയെയും സന്യാസിയും പ്രാപിച്ച് നിൽക്കുന്ന ആ അവസ്ഥാമൂർത്തികളെ എല്ലാം മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്ത് നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള ആരോഗ്യം എടുത്തു തരികയാണ്. അപ്പൊ അത് നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും പോയില്ലേ ദേവന്റെ മൂട്ടിൽ വെള്ളം കോരാനാണെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ട. ഇത് ഞാൻ പറയണ്ടെങ്കിൽ നിങ്ങൾ പറയണമെങ്കിൽ ഇത് നല്ല അറിവോടുകൂടി നിങ്ങൾ എടുത്തില്ലെങ്കിൽ എനിക്കൊന്നും നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. അനേകായിരം 15,000-ത്തിലധികം ആ വഴി ചെയ്ത വീടുകളുണ്ട്. പക്ഷെ എനിക്കിന്ന് വിരലിലെണ്ണാനും പോലും ആ സ്ഥാനത്ത് എടുക്കാനുള്ള ആളുകളില്ല. ഇത് ചെയ്തു തന്നതിൻ്റെ ഖേദമാണ് ഇപ്പോഴും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ആ വഴിക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വന്നാലൊന്നും എനിക്ക് എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് അനേകായിരം ആളുകൾക്ക് അനുഭവമുള്ളതും കുറെ പേർക്ക് സിദ്ധമായി ലഭിച്ചിട്ടുള്ള കർമ്മമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് നിങ്ങളിത് ഒരിക്കലും തെറ്റായി ധരിക്കരുത്. ശരിയാണ്, എൻ്റെ നോട്ടത്തിലല്ല. ഇത് അനവധി നിങ്ങളുടെ മക്കളെ കൊണ്ടാണ് ഞാൻ അത് ചെയ്യിപ്പിക്കുന്നത്. ഈ കാര്യം ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ മക്കളെ കൊണ്ടാണ്. അതുകൂടി നിങ്ങൾ വിചാരിച്ചോണം. എൻ്റെ വീട്ടിൽ നിന്ന് ആരെയും പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിന് ഏത് കഷ്ടനഷ്ടങ്ങളും ഉപയോഗപ്പെടുത്തി ജീവിതനെ ത്യാഗിയുടെ കർമ്മത്തിൽ കൊണ്ടുവരത്തക്ക ഒരു ധർമ്മം നിങ്ങളിൽ നിന്ന് പുറപ്പെടണം. വേണ്ടേ? അല്ലെങ്കിൽ വിശേഷമില്ല. നിങ്ങൾ ആ വഴിക്കൊന്ന് ആഹ്ലാദിപ്പിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല. എനിക്കൊന്നും തരാനും തരിപ്പിക്കാനുമല്ല ഞാനിത് പറയുന്നത്. ഞാൻ ചെയ്യിപ്പിച്ച് തരുന്ന ആ കർമ്മത്തിൽ നിങ്ങൾക്കും എനിക്കും ഇനി വരാൻ പോകുന്ന മക്കൾക്കും ഒരു ധർമ്മം പകരാനുള്ള കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരികയേ വേണ്ട. ഇത് ഞാൻ നിങ്ങളോട് തീർത്ത് പറയുന്നു. വരണമെങ്കിൽ ഇത് അറിഞ്ഞിട്ട് വന്നാൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വന്നാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ വരണ്ട. അറിഞ്ഞിട്ട് വരണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇത്രയും വിവരം ഇല്ലാതെ എൻ്റെ അടുത്ത് വരികയല്ല. വന്നാൽ ഇത് ശരിയാവില്ല. ഇനി എന്താണ്? ഇപ്പം എല്ലാവരും പോയി ആഹാരം കഴിക്കാൻ. ഇയാൾ പോലീസുകാരനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ എല്ലാവരും പോയി ആഹാരം കഴിക്കുക കേട്ടോ. ഇവരെന്നെ വഴക്ക് പറയണം. എന്ത് ചെയ്യാനാ? എനിക്കും വയ്യ. ഞാൻ അല്പം എന്തെങ്കിലും തിന്ന. പോയിട്ട് വാ. പറയാനുള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം. ചെല്ലേ, പോയിട്ട് വാ. എല്ലാവരും പോ.